ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ 6ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. കിച്ചണിലേക്ക് വന്ന ഉടനെ തന്നെ നമ്മുടെ കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പൊട്ടാറ്റോ കട്ട്ലേറ്റാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള കിഴങ്ങാണ് കേട്ടോ ഈ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ ചെറിയ കിഴങ്ങായതുകൊണ്ട് തന്നെ 4 കിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അത് കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലേശം ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇട്ട് വഴറ്റുന്നുണ്ട്. അതൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മുടെ സവോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 സവോള എടുത്തിട്ടുണ്ടായിരുന്നു, ചെറിയ സവോളയായിരുന്നു കേട്ടോ. അങ്ങനെ അതും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ലേശം മുളകും പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അത് ഒന്ന് നല്ലതുപോലെ വഴറ്റി കൊടുത്തതിന് ശേഷം പിന്നീട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ചിക്കൻ മസാലയാണ്. പിന്നീട് ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കിഴങ്ങിലേക്ക് കുറച്ച് ഉപ്പിട്ടതുകൊണ്ട് ഇതിലേക്കും ലേശം മതി. അങ്ങനെ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കിഴങ്ങും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അത് ചൂടാറട്ടെ, അപ്പോഴേക്കും ബാക്കിയുള്ള പണികളും കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നിട്ടുണ്ട്. ഇന്ന് തേങ്ങാച്ചോറാണ് ഉണ്ടാക്കുന്നത്. അതിലേക്കുള്ള തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ലേശം ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇവിടെ ലിച്ചൂസിന് തേങ്ങാച്ചോറ് ഇഷ്ടമല്ല കേട്ടോ. കാരണം ഉലുവ ഇടുന്നതും കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഉലുവ ഇട്ടിട്ടുള്ളൂ. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ചെടുക്കണം. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചെടുത്തിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ അടുപ്പത്തെ തീയൊക്കെ മൂട്ടിയിട്ട് അടുപ്പിലേക്ക് വെച്ചെടുക്കുന്നുണ്ട്. അതവിടെ കിടന്നങ്ങനെ പതുക്കെ വേവട്ടെ. അപ്പോഴേക്കും അതിനിടയിൽ കുറച്ച് പണികളും കൂടെ എടുക്കാനുണ്ട്. ഇന്ന് കുറച്ച് നേരത്തെ പണി കയറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ചിക്കു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് ചിക്കു ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. തേങ്ങാച്ചോറ് അടുപ്പത്ത് വെച്ചിട്ടാണ് അങ്ങനെയുള്ള പണികൾക്കൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ തേങ്ങാച്ചോറൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചിക്കു ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതൊക്കെ തൊലി കളഞ്ഞ് ചെറിയ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിലേക്ക് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ലേശം. അതിനുശേഷം കുറച്ച് ബൂസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നടിച്ചെടുക്കണം. അങ്ങനെ അതൊക്കെ ജ്യൂസാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ തരിക്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുള്ളതാണ്. തരിക്കഞ്ഞിയൊക്കെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. റവയും സേമിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെന്തതിന് ശേഷം നമ്മുടെ പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഒന്ന് തൂമിച്ചെടുത്താൽ മാത്രം മതി. ഇതിനിടയിൽ നമ്മുടെ തേങ്ങാച്ചോറും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വേവുള്ള അരിയാണ്, കുറച്ചും കൂടെ വെള്ളം വറ്റാനുണ്ട്. അതിനുശേഷം ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇന്ന് തേങ്ങാച്ചോറും ചിക്കൻ കറിയാണ്. അതിലേക്കുള്ള സവോളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ലേശം കറിവേപ്പിലൊക്കെ ഇട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ കറി അവിടെ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെന്ത് വരണം. അങ്ങനെ ചിക്കൻ കറിയൊക്കെ അടുപ്പിൽ വെച്ചതിന് ശേഷം ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. അതൊക്കെ നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് ഷേപ്പാക്കി എടുക്കണം. ഇന്ന് ഞാൻ റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ എടുക്കുന്നത്. ഇവിടെ മക്കൾക്ക് കട്ട്ലേറ്റ്, സമൂസ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആദ്യം തന്നെ ഇത് ഷേപ്പാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് പിന്നീട് ബ്രെഡ് പൊടിയിലൊക്കെ ഇട്ടിട്ടൊന്ന് മുക്കിയെടുക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2-3 ബ്രെഡ് ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം റെഡിയാക്കിയതിന് ശേഷം ഓരോന്നെടുത്തിട്ട് മുട്ടയിലിട്ടിട്ട് ഒന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് പൊടിയും കൂടെ മുകളിലൂടെ ആക്കി കൊടുക്കുന്നുണ്ട്. ഞാനിന്ന് ഉണ്ടാക്കിയിട്ടുള്ള മസാലയും കൊണ്ട് 12 കട്ട്ലേറ്റാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇത് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കണം. കുറച്ച് ഓയിൽ മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അതിലേക്ക് ഓരോന്നാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്.
അങ്ങനെ കട്ട്ലൈറ്റൊക്കെ റെഡി ആയതിനു ശേഷം ടേബിൾ മക്ക് എല്ലാം എടുത്തു വെച്ചിട്ടോ, തരിക്കഞ്ഞിയും ജ്യൂസും പിന്നെ വത്തക്കയും കൂടെ. അങ്ങനെ എൻ്റെ ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റൊക്കെ തന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്